പ്രവാസ ലോകത്തെ വാർത്തകൾ. യുഎസിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാമ്പത്തികമായി നിലനിർത്തുന്നത് വിദേശ വിദ്യാർത്ഥികളാണ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റ വിഷയത്തിൽ മലക്കം മറിഞ്ഞ യുഎസ് പ്രസിഡന്റ്. ഇതുവരെ ഉണ്ടായിരുന്ന കുടിയേറ്റ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാമ്പത്തികമായി നിലനിർത്തുന്നുവെന്ന് യുഎസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടാകുന്നത് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളിലെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ കുറവ് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ചരിത്രപരമായി കറുത്ത വർഗ്ഗക്കാർക്കായുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറാണ് യുഎസിന് ലഭിക്കുന്നത്. മിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഇരട്ടിയിലധികം പണം നൽകുന്നുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കവരെ വേണം എന്നതുകൊണ്ടല്ല, മറിച്ച് ഇതിനെ ഒരു ബിസിനസ്സായാണ് കാണുന്നതെന്നും ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ രണ്ടാം ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ. ജനുവരിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഭരണകൂടം ആയിരക്കണക്കിന് വിസകൾ റദ്ദാക്കുകയും പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും അപേക്ഷാ നടപടികളിൽ കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ തൊഴിലുടമയ്ക്കും കീഴിൽ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താനുള്ള സമയപരിധി നീട്ടി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കിത് ആശ്വാസമാകും. രാജ്യത്ത് തൊഴിലിടങ്ങളിൽ നിന്നും അനധികൃതമായി വിട്ടുനിൽക്കുന്നതായും ഒളിച്ചോടിയതായും രേഖപ്പെടുത്തിയ ഗാർഹിക തൊഴിലാളികളുടെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ഇനിയും അവസരം. പുതിയ തൊഴിലുടമയ്ക്ക് കീഴിൽ മാറ്റി സ്റ്റാറ്റസ് ക്രമപ്പെടുത്താനുള്ള സമയപരിധി 6 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. മുസാനത്ത് പ്ലാറ്റ്ഫോമിലെ ഓട്ടോമേറ്റഡ് നടപടിക്രമങ്ങൾ വഴി ഇതിന് അവസരമുണ്ടാകും. പഴയ തൊഴിലുടമയിൽ നിന്നും മാറി മറ്റൊരു തൊഴിലുടമയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളിക്ക് വേണ്ടി പുതിയ തൊഴിലുടമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. മുസാനത്ത് പ്ലാറ്റ്ഫോം മുഖേന നടപടിക്രമങ്ങൾ സ്വയമേ പൂർത്തിയാക്കി അവരുടെ അവസ്ഥ ശരിയാക്കാനും കഴിയും. ഇതുവഴി തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കുവൈറ്റിൽ വിസകളും റെസിഡൻസി പെർമിറ്റുകളും ഇനി എളുപ്പത്തിൽ ലഭിക്കും. ഈ വിസ സംവിധാനം വഴി വിസ 5 മിനിറ്റുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. കുവൈറ്റിൽ സന്ദർശക നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിലെ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്. കുവൈറ്റ് ഈ വിസ സംവിധാനം വഴി ഒരു വിസ 5 മിനിറ്റിനുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ എല്ലാ മേഖലകളിലും ദ്രുതഗതിയിലുള്ള വികസനത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്ന് ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു. ഗ്രീൻ അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഫോറമിന്റെ ഇടവേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായെന്നും ഇത് പല അയൽ രാജ്യങ്ങളിൽ നിന്നും കുവൈത്തിനെ വേറിട്ടു നിർത്തുന്ന സവിശേഷതയാണെന്നും പ്രഥമ ഉപപ്രധാനമന്ത്രി കൂടിയായ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി.